എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗമാണ്. മത്തായി 20-ൻ്റെ 1 മുതൽ 7 വരെ അതിൻ്റെ ആരംഭ ഭാഗം വായിക്കാം. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. അങ്ങനെ 3-ാം മണി നേരത്തും അതുപോലെ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും 11-ാം മണി നേരത്തുമൊക്കെ മെനക്കെട്ട് നിൽക്കുന്ന ആളുകളെ തൻ്റെ തോട്ടത്തിലേക്ക് ജോലിക്ക് ക്ഷണിക്കുന്ന ഒരു യജമാനൻ്റെ ഉപമയാണ് കർത്താവ് പറയുന്നത്. രാജ്യപ്രവേശനം നടത്തുന്ന ഒരുവൻ പ്രകൃതിയിൽ കാണുന്ന വ്യവസ്ഥകളിൻ പ്രകാരം എങ്ങനെയാണ് അത് സാധിക്കുന്നത്? 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ നമ്മൾ കണ്ടതാണ്. 20-ാം അധ്യായത്തിൽ ന്യായമായി പ്രതിഫലം നൽകുന്ന ഒരു യജമാനനെ പരിചയപ്പെടുത്തുന്നു. പ്രതിഫലം നൽകാൻ ഈ യജമാനൻ ഒരാളെ വിലയിരുത്തുന്നത് പ്രവൃത്തിയുടെ വലുപ്പത്തിലല്ല, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കൃപ മുഖാന്തരമാണ്. പ്രതിഫലം മാത്രം നോക്കി വേല ചെയ്യുന്ന ആത്മാവിനെ ശാസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. നിലനിൽക്കുന്ന പ്രതിഫലം നൽകുന്നതിൽ കർത്താവ് പരമാധികാരിയും വാക്ക് പാലിക്കുന്നവനുമാണ്. 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വേദഭാഗം ഈ ഒരു ഉപമയുടെ മുഴു ചിത്രം നമുക്ക് നൽകുന്നുണ്ട്. 19-ാം അധ്യായത്തിൻ്റെ 30-ൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയുടെ വിശദീകരണവും ദൃഷ്ടാന്തവുമാണിവിടെ. കർത്താവ് പറഞ്ഞ മിക്കവാറും ഉപമകളെപ്പോലെ ഇതും സ്വർഗരാജ്യത്തെ സംബന്ധിച്ചാണ്. മശിഹായുടെ ഭരണത്തിൽ കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് നമ്മെ മനസ്സിലാക്കുന്നു. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ദൈവം തന്നെയാണ്. വിളിക്കപ്പെട്ട ദാസന്മാർ വിശ്വാസികൾ. ഈ ഉപമയിൽ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതിൽ കൂടെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ തോട്ടത്തിൽ വേല ചെയ്യാൻ ദാസന്മാരെ അന്വേഷിച്ച് പുറപ്പെടുന്ന ചിത്രമാണ്. വാക്കാലുള്ള ഒരു ഉടമ്പടി മാത്രമേ അവർ തമ്മിൽ ഈ ഒരു കാര്യത്തിലുള്ളൂ. ഇവിടെ പറയുന്നു, അതികാലത്ത് എഴുന്നേറ്റ് വേലക്കാരെ അന്വേഷിച്ച് കണ്ടെത്തി നിയമിക്കുന്ന യജമാനൻ. സെപ്റ്റംബർ മാസം അവസാനമാണ് പാലസ്തീനിൽ മുന്തിരി എടുക്കുന്നത്. മഴയ്ക്ക് മുൻപേ ഫലമെടുത്തില്ലെങ്കിൽ മുന്തിരിങ്ങ മഴ നനഞ്ഞ് ചീഞ്ഞ് ചീത്തയായി പോകും. അതുകൊണ്ട് ദ്രുതഗതിയിൽ ആ ജോലി ചെയ്തു തീർക്കണം. 12 മണിക്കൂറും കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വേലക്കാരും ഉദാസീനതയില്ലാതെ സമയത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടും ജാഗ്രതയോടും വേലയിൽ വർദ്ധിച്ചു വരണമെന്നാണ് ഈ ഉപമ ഓർമ്മിപ്പിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു പകൽ, അതായത് 1 മണി, ഇപ്പോഴത്തെ 6 AM ആണ്. അക്കാലത്ത് 1 മണി മുതൽ 12 മണി വരെ ഒരു ദിവസമെന്ന് യഹൂദന്മാർ കണക്കാക്കിയിരുന്നു. 3-ാമത്തെ വാക്യം മുതൽ യജമാനൻ വന്നു വിളിക്കുമ്പോൾ ചിലരെ ചന്തയിൽ കണ്ടെത്തി അവർ അവിടെ മിനക്കെട്ട് നിൽക്കുകയായിരുന്നു. ജോലിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഏറ്റവും നല്ല തൊഴിൽ തരാൻ നമ്മുടെ യജമാനന് കഴിയുന്നു. ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നവർ ലോകത്തിൻ്റെ മായാ ചിന്തകളിലും ആകുലതകളിലും അലസരായി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ താൽക്കാലിക ഭോഗങ്ങളിൽ മുഴുകി നിൽക്കുന്നവരാണ്. സ്വർഗീയ യജമാനൻ്റെ വേലയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിലും യജമാനൻ അവരെ തേടി വരുന്നു, ഒരു ജോലി നൽകുന്നു, അർഹമായ കൂലിയും മുൻപേ വാഗ്ദാനം ചെയ്യുന്നു. ജോലിക്കാരെ വിളിക്കുന്നത് പല സമയത്താണെങ്കിലും കൃപയുള്ള യജമാനൻ കൂലി ഒരുപോലെ തരുന്നു. ജീവിതത്തിൽ അവസരം നഷ്ടപ്പെടുത്തിയവരെ നിരാശപ്പെടുത്തുന്നില്ല, തുല്യമായ പ്രോത്സാഹനം നൽകുന്നു.
സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള 12 മണിക്കൂറുകളിൽ 3, 6, 9 എന്ന സമയങ്ങളിലും ദിവസം തീരുന്നതിന് മുൻപ് 11-ാം മണിക്കൂറിലും വേലക്കാരെ വിളിക്കുന്നതിൽ നിന്ന് ഈ വേലയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ജോലിയില്ലാതിരുന്നതിനാൽ മിനക്കെട്ടവരോ ജോലി അന്വേഷിക്കുന്നവരോ അല്ല, തികച്ചും മടിയന്മാരായിരുന്നു ഇവർ. എന്നാൽ ഈ യജമാനൻ വിളിക്കുന്ന സമയത്ത് അവർ ജോലിക്ക് തയ്യാറായി. യജമാനൻ ജോലിയും കൂലിയും ഒക്കെ അവരോട് പറയുകയും ചെയ്തു. ഇപ്പോൾ മിനക്കെട്ട് നിൽക്കുന്ന ആളുകൾ, മടിയന്മാരായി അലസരായി നിൽക്കുന്നവരെ പോലും ഉൾച്ചേർക്കാൻ യജമാനൻ കാണിക്കുന്ന വിശാല മനസ്ഥിതി സ്വർഗരാജ്യത്തിൻ്റെ അടയാളവും അനുഭവവും നീതിയുമാണെന്ന് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാം. ഒരു വെള്ളിക്കാശാണ് പറഞ്ഞൊക്കുന്നത്. ഒരു വെള്ളിക്കാശ് ഒരു റോമൻ നാണയം, ഡ്രാസ്മ ഗ്രീക്ക് നാണയം. 11-ൽ 2 ശേക്കൽ എന്നത് യഹൂദൻ്റെ നാണയം. അതാണ് ഒരു ദിവസത്തെ കൂലി. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കാതെ അനേകം വിശ്വാസ വീരന്മാർ ദൈവം തങ്ങളെ ഏൽപ്പിച്ച വേല വിശ്വാസത്തോടെ ചെയ്തു തീർത്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. യേശുക്രിസ്തുവിൽ സമ്പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് പരമാർത്ഥതയോടെ വേല ചെയ്യുന്നവർക്ക് ദൈവം സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അത് നൽകുകയും ചെയ്യുന്നു. അവർ വഞ്ചനയും ചതിയും ഉപയോഗിച്ച് പണം സമ്പാദിക്കുകയോ ശമ്പളത്തിന് വേണ്ടി വാദിക്കുകയോ പിറുപിറുക്കുകയോ ചെയ്യേണ്ടവരല്ല. അതുകൊണ്ടാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഏത് സമയത്ത് ജോലിയിൽ പ്രവേശിച്ചു എന്നതിനേക്കാൾ അവരോട് പറഞ്ഞൊത്തത് നൽകാൻ യജമാനൻ മനസ്സ് കാണിക്കുന്നു. ഏറ്റവും അവസാനം വരുന്നവനും ഏറ്റവും ആദ്യം വരുന്നവനും ഒരുപോലെ കൂലി കൊടുക്കാൻ മനസ്സുള്ളവനും നീതിയുള്ളവനുമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന താലന്തുകളിൽ, അവസരങ്ങളിൽ, കഴിവുകളിൽ വിശ്വസ്തയോടെ നിലനിൽക്കാൻ സാധിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, പുതിയ പ്രഭാതം ദാനമായി നൽകിയതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങയോടുള്ള വിശ്വസ്തതയിലും നീതിയിലും നിലനിൽപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. അവിടുന്ന് വാഗ്ദത്തത്തിൽ മാറ്റമില്ലാത്ത ദൈവമാകിയാൽ സ്തോത്രം. മറ്റുള്ളവർക്ക് തങ്ങളെക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് കരുതി നിരാശപ്പെടുന്നതിനോ അസൂയപ്പെടുന്നതിനോ ഞങ്ങളെ ഇടയാക്കരുതേ. അവിടുന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തത് നൽകുന്ന ദൈവമാണല്ലോ. അതിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വിശ്വസ്തരായി ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും വിശ്വസ്തതയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.